ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മസാല മുട്ടത്തോരനാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിരുന്നു. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഏകദേശം മൂത്ത് കഴിയുമ്പോൾ ഒരു 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് ഉള്ളി വഴറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഇതെല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി ഇളക്കി കൊടുക്കാം. അവസാനം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം 1/2 മുറി തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത് സ്ക്വയറായി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 മുട്ട ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അവസാനം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടത്തോരൻ റെഡിയായി. അവസാനത്തിലേക്ക് 1 പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മുട്ടത്തോരനാണിത്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം, താങ്ക് യു.